പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിത വിജയം ദൈവകരങ്ങളിലാണ്. ദൈവത്തിൻ്റെ കരം പിടിച്ച് നമുക്ക് നമ്മുടെ കുടുംബജീവിതം വിജയിപ്പിക്കാൻ സാധിക്കും. ദൈവം തന്ന ദാനമാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ലക്ഷ്യസ്ഥാനവും ദൈവസന്നിധി തന്നെയാണ്. കരുണയും സ്നേഹവും കരുതലും അംഗീകാരവും പ്രോത്സാഹനവുമെല്ലാം ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഉണർത്തുപാട്ടുകളാണ്. ഈ മൂല്യങ്ങൾ ആദ്യം വിതയ്ക്കപ്പെടുന്നത് കുടുംബങ്ങളിലാണ്. ഒരു വ്യക്തിയുടെ ആദ്യത്തെ സാമൂഹിക ഗ്രൂപ്പാണ് കുടുംബം. കുടുംബം നൽകേണ്ട സ്നേഹവും അംഗീകാരവും കരുതലും കരുണയും നഷ്ടപ്പെടുമ്പോൾ കുടുംബാന്തരീക്ഷം മോശമാകും. അത് മാനസികമായും ശാരീരികമായും പല രോഗങ്ങൾക്കും കാരണമാകുകയും ചെയ്യും. അപ്പനും അമ്മയും മക്കളും തമ്മിൽ സ്നേഹിക്കാൻ സംസാരിക്കാൻ സമയമില്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. സ്നേഹിക്കാനും സംസാരിക്കാനും സംസാരം കേൾക്കുവാനും നാം ബോധപൂർവം സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കുടുംബ ബന്ധങ്ങൾ വളരാൻ അത് വളരെ അത്യാവശ്യമാണ്. സ്നേഹപൂർവമായ ചർച്ചകൾ പല പ്രശ്നങ്ങൾക്കും പരിഹരിക്കാൻ ഇടയാക്കുന്നുണ്ട്. തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാനും സ്നേഹബന്ധം വർദ്ധിപ്പിക്കുവാനും ആശയവിനിമയങ്ങൾ വഴി നമുക്ക് സാധിക്കും. കാലാവസ്ഥയിൽ വ്യതിയാനം വരുന്നത് പോലെ തന്നെ ജീവിതത്തിലും കുടുംബങ്ങളിലും മാറ്റമുണ്ടാകാം. പ്രതികൂല സാഹചര്യങ്ങളിൽ ധൈര്യം പകർന്ന് ആത്മവിശ്വാസത്തോടെ നമ്മെ മുന്നോട്ട് നയിക്കുന്നത് ദൈവമാണ്. ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ് നമുക്ക് ശക്തിയും ബലവും ലഭിക്കുന്നത്. സമകാലിക സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ നിസ്സഹായതയുടെയും ഒറ്റപ്പെടലിൻ്റെയും തിരസ്കരണത്തിൻ്റെയും വേദന അനുഭവിക്കുന്ന ധാരാളം കുടുംബങ്ങളുണ്ട്. സ്നേഹമോ കരുണയോ ലഭിക്കാതെ ജീവിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട്. നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നാമും കരുണ ഉള്ളവരായിരിക്കണം. പിതാവിൽ നിന്ന് നാം സ്വീകരിച്ച ആ കരുണ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അവരെയും കരുണ കാണിക്കാൻ പ്രാപ്തരാക്കി മാറ്റുകയാണ് നാം ചെയ്യേണ്ടത്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കുമെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് കരങ്ങൾ പിടിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും.